വാർത്തകൾ വിശദമായി നോക്കാം. ഭീകരതയ്ക്കെതിരായ ഭാരതത്തിന്റെ പോരാട്ടം അവസാനിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരത വീണ്ടും തലപൊക്കിയാൽ ഒരു തരി പോലും ബാക്കി വയ്ക്കില്ല. ചുവപ്പ് ഭീകരതയും ഭാരതം അവസാനിപ്പിച്ചു. പുതിയ ഭാരതത്തിന് പുതിയ രീതി എന്നും പ്രധാനമന്ത്രി ബീഹാറിലെ കരാക്കട്ടിൽ പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഐസൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഭീകരതയ്ക്ക് എതിരായ ഭാരതത്തിൻ്റെ പോരാട്ടത്തിന് അവസാനം ഇല്ല. ഭീകരത തലപൊക്കിയാൽ ഒരു തരി പോലും ബാക്കി വയ്ക്കില്ല എന്ന അന്ത്യശാസനവും നൽകിയിരിക്കുന്നു. കരാക്കട്ടിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ഐസൻ ജോസ്? തീർച്ചയായും അനിൽ നമ്പ്യാർ കരാക്കട്ടിൽ ശക്തമായൊരു നിലപാട് തന്നെയാണ് അദ്ദേഹം അറിയിച്ചത്. നമുക്കറിയാവുന്നതാണ്, ബീഹാറിൽ നിന്നാണ് പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഈ ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ നടപടി ഭാരതം സ്വീകരിക്കും, കണക്കിന് തിരിച്ചു നൽകുമെന്ന്, അല്ലെങ്കിൽ കണക്ക് പറഞ്ഞ് തിരിച്ചടിക്കുമെന്ന നിലപാട് ആദ്യമായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് ബീഹാറിൽ നിന്നാണ്. ഇതേ നിലപാട് തന്നെയാണ്. ഈ നിലപാട് പറഞ്ഞതിന് ശേഷം, ഇക്കാര്യം പറഞ്ഞതിന് ശേഷമാണ് അന്ന് ബീഹാറിൻ്റെ മണ്ണിൽ നിന്നാണ് ഭീകരതയെ മണ്ണോട് മണ്ണായി ചേർക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം നടപ്പിലാക്കിയതിന് ശേഷമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മാത്രമല്ല, മറ്റ് നിർണായകമായ ചില നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ ഇത് പുതിയ ഭാരതമാണ്, പുതിയ ഭാരതത്തിൻ്റെ രീതി ഇതാണ് എന്ന് കൃത്യമായി പറയുകയും, ഭീകരത ഇനി എവിടെയെങ്കിലും തലപൊക്കുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ ആ ഭീകരതയെ അവിടെ തന്നെ തകർക്കുമെന്നും വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. പാകിസ്ഥാനിലിരുന്ന് ചിലർ ഭാരതത്തിലെ സഹോദരിമാരുടെയും അമ്മമാരുടെയും സിന്ദൂരം മായ്ക്കുകയാണ് ചെയ്തത്. ആ സിന്ദൂരം മായ്ച്ചതിൻ്റെ പ്രതിഫലമാണ് അവർക്ക് കിട്ടിയത്. ഭാരതത്തിലെ വനിതകളുടെ സിന്ദൂരത്തിൻ്റെ ശക്തി എന്തെന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. വളരെ കൃത്യമായി മറ്റൊരു കാര്യം കൂടി പറഞ്ഞത്, പാകിസ്ഥാൻ്റെ സൈനിക ശേഷികളെ പൂർണ്ണമായും ഭാരതം തച്ചുടയ്ക്കുകയും ചെയ്തു. അത്തരത്തിൽ തച്ചുടച്ചുകൊണ്ട് കൃത്യമായി ഭീകരതയ്ക്കെതിരായ നിലപാട് ഭാരതം സ്വീകരിക്കുകയും ചെയ്തു എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. മറ്റൊരു സുപ്രധാന ഘടകം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്, സുപ്രധാന വാർത്തയായ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് ചുവപ്പ് ഭീകരതയ്ക്കെതിരായ ഭാരതത്തിൻ്റെ പോരാട്ടങ്ങൾ സംബന്ധിച്ചാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, 2014 മുൻപ് 150ഓളം ജില്ലകളിൽ ചുവപ്പ് ഭീകരത കൊടികുത്തി വാഴുന്നൊരു സാഹചര്യമായിരുന്നു. ഇന്ന് 20-ൽ താഴെ ജില്ലകളിൽ മാത്രമാണ് ചുവപ്പ് ഭീകരതയുടെ നേരിയ സാന്നിധ്യം മാത്രമുള്ളത്. മാത്രമല്ല, അത്തരത്തിൽ ചുവപ്പ് ഭീകരത ശക്തമായി നിന്നിരുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ ഭാരതത്തിന് സാധിച്ചു. ഭാരതത്തിൻ്റെ സൈനിക സംവിധാനങ്ങളും അതുപോലെ തന്നെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങൾക്കും സാധിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള സംവിധാനത്തിലൂടെ പഴയ ജീവിതം അല്ലെങ്കിൽ സ്വസ്ഥ ജീവിതം പുനഃസ്ഥാപിക്കപ്പെട്ട പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും റോഡുകളും അനുബന്ധ സൗകര്യങ്ങളും ആശുപത്രികളും എല്ലാം തന്നെ ഉണ്ടാകുന്നു. നേരത്തെ ചുവപ്പ് ഭീകരത ഇതെല്ലാം തന്നെ തടയുന്നൊരു സാഹചര്യമായിരുന്നു. ചുവപ്പ് ഭീകരതയും വെച്ചു പൊറുപ്പിക്കില്ല, അതിർത്തി കടന്നുള്ള ഭീകരതയെയും വെച്ചു പൊറുപ്പിക്കില്ല എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഭീകരതയെ ഒരു തരത്തിലും വളരാൻ അനുവദിക്കില്ല എന്ന് കൃത്യമായി അദ്ദേഹം പ്രസംഗത്തിൽ പറയുകയും ചെയ്തു.